ആയിരിക്കും എല്ലാം പഠിച്ചവരും എല്ലാം അറിയുന്നവരെന്നാണ്. ഏതൊരു ചെറിയ മനുഷ്യരിൽ നിന്നും നമുക്ക് പലതും പഠിക്കാനുണ്ട് എന്നുള്ളത് ഞാൻ ഈയിടെ പഠിച്ച പുതിയൊരു പഠനമാണ്, അക്ഷരങ്ങളുടെ പഠനം. ഞാൻ ഈ തിരുവനന്തപുരത്തെ തെരുവിലൂടെ നടന്ന് അവിടെ പുസ്തകം വിൽക്കുന്ന ഒരാളെ കാണാൻ ഈയിടെ, ഈ പുസ്തകത്തിന് ശേഷമാണ്. അപ്പോൾ ആ മനുഷ്യനോട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഇങ്ങനെ ഈ പുസ്തകം വിറ്റ് നടന്നാൽ ചേട്ടന് ചെലവിനുള്ളത് കിട്ടും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതെനിക്കൊരു ലഹരിയാണ്, എൻ്റെ കുടുംബത്തിൽ കഞ്ഞി വെക്കാനുള്ളത് കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ്? ഞാൻ പലരോട് ഇതിൻ്റെ ഒറിജിനൽ വില പറയും. ചിലർ ഒറിജിനൽ തരും, ചിലർ ഒരു 10, 100, 150 കുറച്ചിട്ട് എന്താ ഇത് പിടിച്ചു, ഇത് പഴയ പുസ്തകമല്ലേ, താൻ വിൽക്കാൻ കൊണ്ട് കൊടുക്കുന്ന പഴയ പുസ്തകമല്ലേ പറഞ്ഞ് ചിലർ അങ്ങനെ തരും. ചിലർ ചിലപ്പോൾ ഒരു 10, 20 രൂപ കൂടുതൽ തരും. അപ്പൊ കൂട്ടിക്കഴിച്ച് നോക്കുമ്പോൾ എനിക്ക് അന്നുള്ള അപ്പത്തിന് കിട്ടും. ആ മനുഷ്യൻ പറഞ്ഞതാണ്, കൂട്ടിക്കഴിച്ച് നോക്കുമ്പോൾ എനിക്ക് അന്നുള്ള അപ്പത്തിന് കിട്ടും. പിന്നെ എന്തുകൊണ്ട് ഞാൻ ഈ അക്ഷരത്തെ സ്നേഹിക്കുന്നു പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ വാക്കാണ് ഞാനിന്ന് എവിടെയും പ്രസംഗിക്കുമ്പോൾ പറയുന്നത്. അക്ഷരങ്ങൾ മരിക്കുന്നില്ല മാഡം, അക്ഷരങ്ങൾ മരിക്കുന്നില്ല. എഴുതുന്ന നിങ്ങൾ മരിക്കും, ഈ എഴുതിയ ആളുകൾ മരിച്ചു, വായിച്ചവരും മരിച്ചിട്ടുണ്ട്, പക്ഷെ അക്ഷരങ്ങൾ മരിക്കുന്നുണ്ടോ? ആ മനുഷ്യൻ ചോദിച്ചതാണ്, ആ തെരുവിൽ പുസ്തകം വിൽക്കുന്ന ആ മനുഷ്യൻ എന്നോട് ചോദിച്ചതാണ്. അക്ഷരങ്ങൾ മരിക്കുന്നില്ല. അതെ, എഴുത്തുകാരൻ, ഓരോ എഴുത്തുകാരനും ഉൾക്കൊള്ളേണ്ട ഒരു സന്ദേശമാണ് ആ ഒരു തെരുവിൽ വിൽക്കുന്ന ഒരു മനുഷ്യനിൽ നിന്ന് ഞാൻ പഠിച്ചത്. അക്ഷരങ്ങൾക്ക് മരണമില്ല, ബാക്കി എല്ലാം മരിക്കും. പക്ഷേ നമ്മുടെ പിൻഗാമികൾക്ക് കാണുവാനായി നമ്മൾ ബാക്കി വെച്ചു പോകുന്ന നമ്മുടെ രചനകൾ, ഒരു ശില്പിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ, ഒരു ചിത്രകാരനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ, അങ്ങനെ നമ്മൾ എന്താണ് ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നുവോ അതാണ് നമ്മുടെ തലമുറകൾക്കായി നമ്മൾ മാറ്റിവെക്കുന്നത്. അതിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിവുണ്ട്. എന്തിനെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ ഒരു കവിത ആലപിച്ച് നമിക്കണം ആ മനുഷ്യൻ എന്താണ് അല്ലേ? അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും ഉണ്ട് ഓരോ കഴിവ്. കഴിവില്ലാത്തവരായ ഈശ്വരൻ ആരെയും സൃഷ്ടിച്ചിട്ടില്ല. കണ്ടെത്തണം നമ്മുടെ ഉള്ളിൽ അഗ്നി, നമ്മുടെ ഉള്ളിൽ വെളിച്ചം നമ്മൾ തന്നെ കണ്ടെത്തണം, അത് പരിപോഷിപ്പിക്കണം. അതായിരിക്കണം ഓരോ വ്യക്തിയുടെയും ഓരോ മനുഷ്യന്റെയും ജീവിത ദൗത്യം. ആദ്യം നമ്മളെ തന്നെ കണ്ടെത്തുക, പിന്നെ അത് വികസിപ്പിക്കുക. എന്തായാലും ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിന് സർവശക്തനായ ദൈവത്തോടും എന്നെ തിരഞ്ഞെടുത്തതിന് എസ്.ഡി.എ. പട്ടക്കാട് സമിതിയോടും അതുപോലെ ഇത്രയും നേരം എന്നെ സഹിച്ച് കേട്ടിരുന്ന, ഒത്തിരി പറയാനുണ്ട്, ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി കാര്യങ്ങൾ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാലും അതെല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.